അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്ദില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 17/7/2026 അഹ്ദുൽ ഇത്തിഹാദ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. UAE ഐക്യ എമിറേറ്റ്സായി രൂപപ്പെടുന്നതിൻ്റെ കരാറ് നടന്ന ദിവസം ജൂലൈ 18 പ്രത്യേകം സ്മരണീയമാണ്. കരാറുകൾ നാം പാലിക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തിയിരുന്നവരായിരുന്നു. അവിടത്തോട് മഹാന്മാരായ സ്വഹാബത്ത് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവർ ആ ഉടമ്പടികൾക്കു ശേഷം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നപ്പോൾ ആ തിരുനബി സന്നിധിയിൽ വന്ന് അവർ ആ കരാർ ഒന്നുകൂടി പുതുക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അവർ പറഞ്ഞു, ഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക്, തിരുദൂതരെ, ഞങ്ങൾ തങ്ങളെ അംഗീകരിക്കുന്നു, തങ്ങളെ വാസ്തവമാക്കുന്നു, തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു. വശഹിദ്നാ അന്നമാ ജിഅ്ത ബിഹി ഹുവൽ ഹഖ്, ഞങ്ങളിതാ സാക്ഷി നിൽക്കുന്നു, തങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാസിഖനാ അലസ് സമഇ വത്വാഅ, അതിൻ്റെ പേരിൽ ഞങ്ങൾ തങ്ങളോട് കരാർ ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു, ഞങ്ങൾ തങ്ങളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫംളി യാ റസൂലല്ലാഹ് ലിമാ അറദ്, തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ വഴിയിൽ മുന്നോട്ട് സഞ്ചരിക്കുക. ഫനഹ്നു മഅക്, ഞങ്ങൾ തങ്ങളോടുകൂടെ ഉറച്ചു നിൽക്കും. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, തങ്ങളെ സത്യവുമായി നിയോഗിച്ച രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലവിസ്തറൽത ബിനാ ഹാദൽ ബഹർ ഫഖുൽതഹു ലഖുൽനാ മഅക്, ഇതാ ഈ കാണുന്ന ആഴക്കടൽ, അതിലേക്ക് തങ്ങൾ ഊളിയിട്ടു പോവുകയാണെങ്കിൽ അല്പം പോലും ശങ്കിച്ചു നിൽക്കാതെ ഞങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പിറകെ ആ കടലിലേക്ക് എടുത്തു ചാടും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഞങ്ങളിൽ ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. ഈ വാക്ക് കേട്ടപ്പോൾ നബിതങ്ങൾ സന്തോഷിച്ചു. അവിടെന്ന് പറഞ്ഞു, സീറു വ അബ്ശിറു, നിങ്ങൾ മുന്നോട്ട് ഗമിക്കുവീൻ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇതാണ് കരാർ. ഇങ്ങനെയാണ് ഉടമ്പടികൾ ചെയ്യേണ്ടത്. സത്യസന്ധത നാം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നാം നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. സാഹചര്യങ്ങൾ എത്രമേൽ മാറിമറിഞ്ഞാലും നാം അതിൻ്റെ മേലിൽ ചിതറാതെ പതറാതെ ഉറച്ചു നിൽക്കണം. അതാണ് ഉടമ്പടി. നാം നമ്മുടെ രാജ്യത്തിനു വേണ്ടി അങ്ങനെ ഐക്യപ്പെടാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് വളരെ ഏറെ മുന്നേറാൻ സാധിച്ചു. ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു. UAEയുടെ ചരിത്രത്തിൽ ആ നല്ല നിമിഷം ഇന്നും തങ്കലിപികളാൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടെ ഭാവിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാം അഭിമാനത്തോടുകൂടെ, കൂടുതൽ കരുത്തോടുകൂടെ, റഹ്മാനായ തമ്പുരാനിലുള്ള വിശ്വാസത്തിലും അവൻ്റെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും, അതാണ് കരാർ. നാം ചെയ്ത കരാറിൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നു, അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ മറ്റൊന്നിനെയും പങ്കുചേർക്കുന്നില്ല എന്നത് ഒരു ഭാഗമാണ്. നാം അവൻ്റെ വിധിവിലക്കുകളെ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞല്ലേ, ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാറുകൾ പാലിക്കുക, എന്നാൽ ഞാൻ നിങ്ങളോടുള്ള കരാറുകൾ പാലിക്കും. നമ്മുടെ കരാറാണ്. നമ്മുടെ മാതാപിതാക്കളെ നാം സംരക്ഷിക്കും, അവരെ സന്തോഷിപ്പിക്കാൻ നാം ആവുന്നതൊക്കെ ചെയ്യും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹു തആല നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹുവേ, അവരിരുവരും എന്നോട് ചെറുപ്പത്തിൽ എങ്ങനെ വാത്സല്യം കാരുണ്യം കാണിച്ചുവോ അതുപോലെ നീയും അവരോട് കരുണ കാണിക്കണമേ. നമ്മുടെ കുടുംബത്തോട് നമുക്ക് കരാറുണ്ട്. അവരെ നാം സംരക്ഷിക്കും. നമ്മുടെ കുടുംബം സന്തോഷം കൊണ്ട് എപ്പോഴും നിറയും. ഏറ്റവും മാന്യമായ കുടുംബജീവിതം നമ്മൾ കാണിച്ചു കൊടുക്കും.
അള്ളാഹു പറഞ്ഞല്ലോ, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകൾ, ഭാര്യമാർ ഫലവത്തായ കരാറാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാം കരാർ ചെയ്തതാണ്. നാം ജോലിയിൽ ആത്മാർത്ഥത പുലർത്തും, കൃത്യതയോടുകൂടെ നാം ആ ഉത്തരവാദിത്തം നിറവേറ്റും. അല്പം പോലും നമ്മളതിൽ വീഴ്ച വരുത്തുകയില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഇന്നൽ അഹ്ദ കാന മസ്ഊല, ഉടമ്പടികൾ, കരാറുകൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ചെയ്ത കരാറുകൾ പാലിക്കാൻ മുന്നോട്ട് പോകണം. ആ വഴിയിൽ നമുക്ക് മുമ്പേ നടന്ന് വഴി കാണിച്ചു തന്നവരാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് അൽ വാലിദ് ഷെയ്ഖ് സായിദ് ത്വയ്യബല്ലാഹു സറാഹ്, അള്ളാഹു അവരുടെ പരലോകം സന്തോഷമാക്കട്ടെ. അവരുടെ കൂടെ നിന്ന സഹോദരന്മാരും റിജാലുൻ സദഖു മാ ആഹദുല്ലാഹി അലൈഹി, ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുമായി അവർ ഉടമ്പടി ചെയ്ത കരാറുകൾ അവർ പൂർത്തിയാക്കി പാലിച്ച പുരുഷന്മാരാണവർ. ഇമാറാത്ത് ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. അവർ ഐക്യത്തിലായി. രാജ്യം പുരോഗതിയിലേക്ക് മുന്നേറി. അഭിമാനകരമായ വളർച്ചയുണ്ടായി. ചരിത്രത്തിൽ വലിയ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. ആ ഐക്യത്തിൻ്റെ ഗുണഫലങ്ങൾ ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. നാം അതിൽ അഭിമാനം കൊള്ളുന്നു. നാം ആത്മാർത്ഥതയോടുകൂടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നാം ചെയ്ത കരാറാണ്. ആ കരാറിൻ്റെ ഓർമ്മ ജൂലൈ 18 നമ്മളിലൂടെ കടന്നു പോവുകയാണ്. രാജ്യം ഒരിക്കൽ കൂടി ആ കരാർ പുതുക്കുകയാണ്. നാം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും. രാജ്യത്തിനെതിരെ വരുന്ന ഏത് ശക്തികളെയും നാം പ്രതിരോധിക്കും. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ സുരക്ഷിതത്വം ഉള്ളതാക്കണമേ. നമ്മുടെ കരാറാണ്. നമ്മുടെ റഈസുദ്ദൗല സാഹിബുസ്സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ആൽ നഹിയാൻ ഹഫിളഹുല്ലാഹ്, അവരെ നാം അനുസരിക്കുന്നു, അവരെ നാം കേൾക്കുന്നു, വഴിപ്പെടുന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും നിങ്ങളുടെ ഭരണകർത്താക്കൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു നടക്കുന്നവർക്കും വഴിപ്പെടുക, അനുസരിക്കുക എന്നത്. ഇത് സ്നേഹത്തോടുകൂടെ നാം അനുസരിക്കുകയാണ്, അംഗീകരിക്കുകയാണ്, ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാറു അഇമ്മത്തിക്കുമുല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും, നിങ്ങളുടെ ഇമാമുകളിൽ ഏറ്റവും നല്ലവർ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രാജ്യത്തോടുള്ള, രാഷ്ട്രത്തോടുള്ള, ഭരണകർത്താക്കളോടുള്ള കരാറുകൾ നാം ഒന്നുകൂടെ പുതുക്കുകയാണ്. നമ്മുടെ ദീൻ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിനോടുള്ള ആ കൂറും പ്രതിബദ്ധതയും നാം പുലർത്തുകയാണ്. ഭരണകർത്താക്കൾക്ക് നാം എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിന് ഏതൊക്കെ പുരോഗതിയാണോ നേടാൻ സാധിക്കുന്നതെങ്കിൽ അതിനൊക്കെ നമ്മുടെ പിന്തുണ. അള്ളാഹു ഈ രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ, ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.